ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 25, വിശുദ്ധ 9-ാം ലൂയിസ് രാജാവിൻ്റെ തിരുനാൾ. റീംസിൽ ഞാൻ കിരീടമണിഞ്ഞു. ഭൗമിക അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു അത്. പൂവസിൽ വച്ച് ജ്ഞാനസ്നാനം വഴി ഞാൻ ദൈവത്തിൻ്റെ ശിശുവായി. ഭൗമിക പ്രതാപത്തെ അപേക്ഷിച്ച് എത്ര നിസ്തുലമാണ് ഈ ഭാഗ്യം. ഫ്രാൻസിലെ 9-ാം പിയൂസ് രാജാവ് തൻ്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇവ. ലൂയിസിന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും ലൂയിസിന്റെ നാമത്തിൽ അമ്മ ബ്ലാഞ്ചിയ രാജ്ഞി രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്ഞി മകനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നീ ചാവുദോഷം ചെയ്ത് കാണിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എൻ്റെ പാദങ്ങളിൽ വീഴുകയാണ്. 19-ാമത്തെ വയസ്സിൽ പ്രൊവിൻസിലെ മാർഗരറ്റിനെ വിവാഹം കഴിച്ചു. അവർക്ക് 11 മക്കളുണ്ടായി. അവരുടെ സന്തതികളാണ് 1793 ഫ്രഞ്ച് സിംഹാസനം അലങ്കരിച്ചിട്ടുള്ളത്. 21-ാമത്തെ വയസ്സിൽ ലൂയിസ് ഭരണം നേരിട്ട് ഏറ്റെടുത്തു. അധിക പലിശയും ദൈവദൂഷണവും ലൂയിസ് നിയമവിരുദ്ധമാക്കി. സമ്പന്നർ ദരിദ്രരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട ചട്ടങ്ങളും ഉണ്ടാക്കി. ദിവസം തോറും ലൂയിസ് രാജാവ് 1-ലധികം ദിവ്യപൂജയിൽ സംബന്ധിക്കുമായിരുന്നു. 1242 അദ്ദേഹം ജെറുസലേമിലെത്തി വിശുദ്ധ സ്ഥലങ്ങൾക്കായി അടരാടി കാരാഗ്രഹം ഭരിച്ചു. നാട്ടുകാർ ഒരു വലിയ സംഖ്യ നൽകി മോചിപ്പിച്ചു. 1270 കുരിശ് യുദ്ധത്തിന് പുറപ്പെട്ട അദ്ദേഹം ടൂൺസിൽ വെച്ച് ടൈഫോയിഡ് പനി പിടിച്ച് 44-ാമത്തെ വയസ്സിൽ ലൂയിസ് രാജാവ്, കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് ഉച്ചരിച്ച് ദിവംഗതനായി. 1297 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഫ്രാൻസിലെ ഏക രാജാവ് ലൂയിസാണ്. വിശുദ്ധ 9-ാം പിയൂസ് രാജാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.